വയനാട്ടിലെ പുൽപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിലായി. പുൽപ്പള്ളി സ്വദേശി അമൽ ചാക്കോ, പെരിക്കല്ലൂർ സ്വദേശി PR രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്ന് പോലീസ് പറഞ്ഞു. പിടിച്ചു വലിച്ചപ്പോഴേക്കും ഇത് മോശമാവെന്ന് അറിഞ്ഞപ്പോഴേക്കും അയാൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ആൾ വണ്ടി എടുത്ത് തന്നെ ഇറങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് വേണമല്ലോ എന്ന് കരുതി ഞാൻ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഓണാക്കി നിന്നപ്പോഴേക്കും പിന്നീട് കഴുത്തെ പിടിച്ച്, ഞാൻ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കഴുത്തെ പിടിച്ച് ജീപ്പിൻ്റെ ജനലിലേക്ക് വലിച്ചടുപ്പിച്ചൊരു 3 മിനിറ്റോളം ഇടിയായിരുന്നു. എനിക്ക് ഓൾറെഡി ഹാർട്ടിന് ഇഷ്യൂ ഉണ്ട്, നെഞ്ചത്തേക്ക് ചവിട്ടലും ഇതാ ഇവിടെയൊക്കെ മുറിവുണ്ട്, കഴുത്തിന് മുറിവുണ്ട്. ആൾക്കാർ ഒത്തിരി പേരുണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് അവർ അറ്റാക്ക് ചെയ്യും. പുൽപ്പള്ളിക്കടുത്ത് വടാനക്കവലയിൽ വെച്ചാണ് അമൽ ചാക്കോയും രാജീവും പോലീസിന്റെ പിടിയിലാകുന്നത്. ഡോക്ടറെ മർദ്ദിച്ച ശേഷം പുൽപ്പള്ളിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇരുവരും സത്യമംഗലത്തും ബംഗളൂരുവിലും ഒളിവിൽ കഴിയുകയായിരുന്നു. രണ്ടുപേരും മുൻപും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. 10-ാം തീയതി ഉച്ചയ്ക്കാണ് പുൽപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജിതിൻ രാജിന് നേരെ ആക്രമണമുണ്ടായത്. രാവിലെ OPയിൽ പരിശോധന നടത്തുകയായിരുന്ന വനിതാ ഡോക്ടറോട് പ്രതികൾ കയർത്തു സംസാരിച്ചപ്പോൾ ഡോക്ടർ ജിതിൻ ഇടപെട്ടിരുന്നു. ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന് ഡോക്ടർ ഇവരോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ വിരോധത്തിലാണ് പുറത്തു കാത്തുനിന്ന പ്രതികൾ ജിതിൻ പുറത്തിറങ്ങിയപ്പോൾ മർദ്ദിക്കുകയും വലിച്ചിഴയ്ക്കുകയും ചെയ്തത്. സംഭവത്തിൽ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.